തിരികെ എത്തിയ പ്രവാസികൾക്കായി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കണമെന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശമായി വന്നത്. പ്രവാസികൾക്ക് മാത്രമായി രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് നോർക്ക കെയർ. ഇത് പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ തിരികെ എത്തിയ പ്രവാസികൾക്കും കുടുംബങ്ങൾക്കുമായി വിപുലീകരിക്കാനാകുമോ എന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അതിനാവശ്യമായ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം, നടപടികൾ സ്വീകരിക്കാം. ഇവിടെ ജർമ്മൻ ഭാഷയ്ക്ക് പുറമെ കൂടുതൽ വിദേശ ഭാഷകൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ഉദ്ദേശിക്കുന്ന കാര്യം. ഓരോ സ്ഥലത്തും ജോലിക്കായി പോകുമ്പോൾ അത് സ്ഥലത്തെ ഭാഷ അറിഞ്ഞിരിക്കൽ വളരെ പ്രധാനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വിവിധ ഭാഷകൾ പഠിപ്പിക്കുന്ന നില നമുക്ക് സ്വീകരിക്കാം. അത് ജാപ്പനീസ് ഉൾപ്പെടെയുള്ള ഭാഷകൾ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ് വഴി പരിശീലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ ഭാഷയല്ല, എവിടെയൊക്കെ ജോലിക്ക് പോകാൻ കഴിയുന്നുണ്ടോ അങ്ങനെയുള്ള ആളുകൾക്ക്, ജോലി സാധ്യത തെളിഞ്ഞു വരുന്ന ആളുകൾക്ക് ഭാഷാ നൈപുണ്യം കൂടി ഉണ്ടാക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കേരള പഞ്ചായത്ത് വാർഡ് തലത്തിൽ ഡയസ്പോറ സഹകരണ പ്രോജക്റ്റുകൾ നടപ്പാക്കുക. ഇപ്പോൾ ഡയസ്പോറ സഹകരണ പദ്ധതികൾ ഉൾപ്പെടെ പ്രവാസികളുടെയും തിരികെ വന്ന പ്രവാസികളുടെയും ആശയങ്ങൾ നടപ്പിലാക്കുന്നതിന് പുനരധിവാസത്തിനും സാമ്പത്തിക പുനഃസംയോജനത്തിനുമായാണ് പ്രവാസി മിഷൻ ആരംഭിച്ചത്. സംസ്ഥാന ജില്ലാതല മിഷൻ രൂപീകരിച്ച് സാമ്പത്തിക പുനഃസംയോജനവും തൊഴിലവസരങ്ങളും ഉറപ്പുവരുത്തുക, അതോടൊപ്പം ഇത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഇപ്പോൾ തയ്യാറായി വരികയാണ്. ആ മിഷൻ ഫെബ്രുവരി മാസത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു നിർദ്ദേശമായി വന്നത് ഗ്രാമസഭകൾ ആരംഭിക്കുക എന്നുള്ളതാണ്. ഗ്രാമസഭകൾ എല്ലാവർക്കും അറിയാലോ. നമ്മുടെ പഞ്ചായത്ത് രാജ് നഗരപാലിക ആക്ട് നിഷ്കർഷിക്കുന്ന രീതിയിലാണ് ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ ആ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ ഗ്രാമസഭകൾ ചേരാനാവൂ. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് മാത്രമായി പ്രത്യേക ഗ്രാമസഭ എന്ന ആശയം നടപ്പിലാക്കാൻ കഴിയുന്നതല്ല. പ്രാദേശിക തലത്തിൽ പ്രവാസികളുടെ കൂട്ടായ്മകൾ ചേരാൻ എല്ലാ സഹായവും പ്രോത്സാഹനവും നൽകുകയും ചെയ്യാം. അതിന് പ്രയാസമില്ല. പക്ഷേ ഗ്രാമസഭ എന്ന നിലക്ക് ചേരുന്നതിന് പ്രയാസമുണ്ടാകും.